ബി.ജെ.പി. പ്രചാരണം നയിച്ച് മോദി. പാലക്കാട് ബി.ജെ.പിയുടെ പ്രചാരണ പരിപാടികൾക്ക് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ നടത്തിയ റോഡ് ഷോയിൽ പാലക്കാട്, പൊന്നാനി മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. നൂറുകണക്കിന് പ്രവർത്തകർ പ്രധാനമന്ത്രിയെ കാണാൻ എത്തി. കോയമ്പത്തൂരിൽ നിന്ന് ഇന്ന് രാവിലെ പാലക്കാട്ടെത്തിയ പ്രധാനമന്ത്രി മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി നേരെ അഞ്ചുവിളക്കിലേക്ക്. തുറന്ന ജീപ്പിൽ പ്രധാനമന്ത്രിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പാലക്കാട്, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും. അഞ്ചുവിളക്കിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ബാരിക്കേഡുകൾക്ക് ഇരുവശവും നിന്ന് BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി അഭിവാദ്യം ചെയ്തു. റോഡ് ഷോ വളരെ ആവേശകരമായിരുന്നു, ഉജ്ജ്വലമായിരുന്നു. പാലക്കാട് ജനതയ്ക്ക് വലിയൊരു ആവേശക്കടല് തിരയിളകി മോദിജി വന്നപ്പോൾ. പാലക്കാട് ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കും. മോദിയുടെ ആ വരവ് ഒരു ഗജകേസരിയുടെ ഒരു വരവായിരുന്നു. അതോടുകൂടി ഇവിടുത്തെ പാലക്കാടിലെ മൊത്തം ജനങ്ങൾ ആവേശക്കടലിലാണ്. 20 മിനിറ്റിൽ റോഡ് ഷോ പൂർത്തിയാക്കി മടക്കം. സേലത്താണ് ഇനി പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് യോഗം. ഇതിനിടെ മലപ്പുറം സ്ഥാനാർത്ഥി M. അബ്ദുൽ സലാമിന് SPG അനുമതി നിഷേധിച്ചത് കല്ലുകടിയായി. മോദിക്കൊപ്പം റോഡ് ഷോയിൽ മലപ്പുറം സ്ഥാനാർത്ഥി കൂടി ഇടം പിടിക്കേണ്ടതായിരുന്നു. വിവാദമാക്കാനില്ലെന്നും സംഭവിച്ചത് സാങ്കേതിക പിഴവെന്നും M. അബ്ദുൽ സലാം 24നോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ജില്ലയിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വീണ്ടും പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയാൽ ഇത്തവണ അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥിയും പറയുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. SPG ലിസ്റ്റിൽ പേരില്ലാത്തതിനാലാണ് പാലക്കാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നതെന്ന് മലപ്പുറത്ത് NDA സ്ഥാനാർത്ഥി M. അബ്ദുൽ സലാം. പിന്നീട് അവസരം കിട്ടിയെങ്കിലും തിക്കിത്തിരക്കി നിൽക്കാൻ കഴിയാത്തതിനാൽ മലപ്പുറത്തേക്ക് മടങ്ങി. ചെറിയ പിഴവെന്നും വിവാദമാക്കാനില്ല എന്നും M. അബ്ദുൽ സലാം 24നോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സന്ദർശനത്തെ വിമർശിച്ച് കോൺഗ്രസ്. കേരളത്തെ സൊമാലിയയുമായി താരതമ്യം ചെയ്ത മോദി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുമോ എന്ന് ജയറാം രമേശ് എക്സിൽ കുറിച്ചു. തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റ് പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും കുറിപ്പിൽ വിമർശനമുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ദക്ഷിണേന്ത്യയിലും ശക്തി കൂട്ടാനുള്ള NDAയുടെ ശ്രമം, മോദി തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയുള്ള വ്യാപകമായ പ്രചാരണം, അതിനെ കോൺഗ്രസ് അതിരൂക്ഷമായി വിമർശിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, ഇത്തവണ ഉത്തരേന്ത്യ പോലെ തന്നെ ദക്ഷിണേന്ത്യയും BJP ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ദക്ഷിണേന്ത്യയിൽ കേന്ദ്രീകരിച്ച് പ്രചരണം ശക്തമാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ന് പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടന്നിരിക്കുന്നത്. ഈ റോഡ് ഷോയും അതോടൊപ്പം തന്നെ സേലത്തെ സന്ദർശനത്തിലെല്ലാം തന്നെ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് വിമർശിച്ചിരിക്കുന്നത്. കാരണം കേരളത്തെ സൊമാലിയ എന്ന് പ്രധാനമന്ത്രി നേരത്തെ ആക്ഷേപിച്ചിരുന്നു. വികസന സൂചികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തെ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുണ്ട്. അതിലടക്കം മാപ്പ് പറയുമോ എന്നാണ് പ്രധാനമായും ചോദിക്കുന്നത്. അതോടൊപ്പം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽ ഏതാണ്ട് 37,000 കോടി രൂപയുടെ സാമ്പത്തിക സഹായം തമിഴ്നാട് നൽകിയിട്ടില്ല. മാത്രമല്ല, തമിഴ്നാട്ടിൽ ആ ഒരു പ്രതിസന്ധി സമയത്ത് പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ പ്രധാനമന്ത്രി ഇപ്പോൾ പോകുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായി തന്നെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന്റെ വന നിയമങ്ങളെല്ലാം തന്നെ മാറ്റി അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാവുന്ന നിലപാടും പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ കേരളം, തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ഈ അടുത്തിടെ നടത്തിയ സന്ദർശനങ്ങളിലെല്ലാം തന്നെ വലിയ വിമർശനം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. കാരണം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കത്തെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള BJPയുടെ നീക്കത്തിനെ തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു എക്സിലൂടെ കുറിച്ചിലൂടെ വ്യക്തമാക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റു ചില തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കൂടി. Co-sponsored by Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ബീഹാറിൽ സീറ്റ് വിഭജനത്തിന് പിന്നാലെ NDAയിൽ പ്രതിസന്ധി. സീറ്റ് ലഭിക്കാത്തതോടെ RLJP അധ്യക്ഷൻ പശുപതി കുമാർ പരസ കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ചു. ചിരാഗ് പാസ്വാന്റെ LJPക്ക് 5 സീറ്റുകൾ നൽകിയതും
RLJPയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, ഏത് തരത്തിലാണ് ഈ തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്? നേരത്തെ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ സീറ്റ് വിഭജനത്തിന് പിന്നാലെ അത് രൂക്ഷമാകുന്ന നിലയിലേക്ക്, പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്താണ് അച്യുതൻ വിവരങ്ങൾ? റിജിത്ത്, ഇന്നലെയാണ് ഈ ബീഹാറിൽ NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായത്. ആ സീറ്റ് വിഭജനം പൂർത്തിയാകുമ്പോൾ BJP 17 സീറ്റുകളിലും JDU 16 സീറ്റുകളിലും LJP 5 സീറ്റിലും ജിതൻ റാഞ്ചിയുടെ HAM 1 സീറ്റിലുമാണ് മത്സരിക്കുവാനായി ആ ഒരു സീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ RLJPക്ക് ഇടം നൽകാത്തതോടുകൂടിയാണ് ഈ അതൃപ്തി ഇന്നലെ തന്നെ പരസ്യമാക്കിയത്. ഒപ്പം ഈ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെക്കുമെന്നുള്ള ഒരു തരത്തിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ അത്തരം ഒരു സൂചനകൾ പശുപതി കുമാർ പരാസ് നൽകിയിരുന്നു. കാരണം RLJPക്ക് ആ സീറ്റ് നൽകാത്തതിനെ തുടർന്നാണ് അത് ഉണ്ടായത്. പക്ഷേ അതിൽ മറ്റു തീരുമാനങ്ങളൊന്നും എടുക്കാത്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ RLJPയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടുകൂടിയാണ് ഇന്ന് ആ കേന്ദ്രമന്ത്രിസ്ഥാനം പശുപതി കുമാർ പരാസ് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും സഖ്യം ഉപേക്ഷിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഒറ്റയ്ക്ക് മത്സരിക്കുവാനുള്ള ചില നീക്കങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് വിവരങ്ങൾ. പക്ഷേ ബീഹാറിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ NDAക്ക് തിരിച്ചടിയാകുന്ന ഒന്നുകൂടിയായി അങ്ങനെയെങ്കിൽ അത് മാറും. എന്തായാലും അത്തരം സാധ്യതകൾ പാർട്ടി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധിക്കുന്നുണ്ട്. മറ്റ് നീക്കങ്ങളും ഇതിൻ്റെ ഭാഗമായി, അതായത് കൂടുതൽ സഖ്യ സാധ്യതകളും NDA ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തേടുന്നുണ്ട്. പ്രത്യേകിച്ചത് ദക്ഷിണ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് അത്തരം നീക്കങ്ങൾ നടത്തുന്നത്. കാരണം അവിടെ ഈ ആധിപത്യം കുറവായതുകൊണ്ട് തന്നെ സഖ്യ സാധ്യതകളിലൂടെ ഒരു ആധിപത്യം ഉറപ്പിക്കുക എന്നൊരു പദ്ധതിയാണ് BJP ലക്ഷ്യമിടുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ്. അതും പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദക്ഷിണ ഇന്ത്യയിലെ ബാക്കിയുള്ള ഇടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും പ്രഖ്യാപിക്കുക. അങ്ങനെ തിരക്കിട്ട നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറ്റിടത്ത് ഈ NDA സഖ്യത്തിനകത്ത് അല്ലെങ്കിൽ NDA മുന്നണിക്കകത്ത് ചില പൊട്ടിത്തെറികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരിക്കുന്നത്. ശരി, അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മഹാരാഷ്ട്രയിലെ BJP സഖ്യത്തിൽ ചേരാനൊരുങ്ങി രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന. ചർച്ചകൾക്കായി രാജ് താക്കറെ ഡൽഹിയിലെത്തി. MNSനെ സഖ്യത്തിലെടുക്കുന്നതിനെതിരെ NDA ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് രാംദാസ് അത്തേവാൽ രംഗത്തെത്തി. നിയമസഭയിൽ ഒരു MLA ഉണ്ട്, ലോക്സഭയിൽ ഒരൊറ്റ MP പോലുമില്ല. ബാൽ ഠാക്കറെയുടെ പിൻഗാമിയായി ഒരു കാലത്ത് പലരും കണ്ടിരുന്ന രാജ് ഠാക്കറെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. 2009 13 MLAമാർ വരെ MNSനുണ്ടായിരുന്നു. പാർട്ടിയുടെ ചിഹ്നവും പതാകയുടെ നിറവും മാറ്റി പരീക്ഷണം നടത്തിയെങ്കിലും അതൊന്നും കാര്യമായ ചലനം ഉണ്ടാക്കിയില്ല. NDA പാളയത്തിലെത്തി തിരിച്ചുവരവിനുള്ള വഴിവെട്ടാമെന്നാണ് രാജിന്റെ കണക്കുകൂട്ടൽ. MNSനെ ഒപ്പം കൂട്ടി മുംബൈ അടക്കം മേഖലകളിൽ നേട്ടമുണ്ടാക്കാമെന്ന് BJPയും കണക്കുകൂട്ടുന്നു. മുംബൈയിൽ ഉദ്ധവിനുള്ള മേധാവിത്വം രാജിനെ ഉപയോഗിച്ച് കുറയ്ക്കാമെന്നും BJP കരുതുന്നു. രാജ് ഠാക്കറെക്കൊപ്പം ദേവേന്ദ്ര ഫട്നാവിസും ദില്ലിയിലുണ്ട്. അമിത്ഷായുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തും. എന്നാൽ MNSന്റെ മുന്നണി പ്രവേശത്തെ എതിർത്ത് രാംദാസ് അത്താവലെ രംഗത്തെത്തി. രാജ് ഠാക്കറെ ഒപ്പം കൂട്ടേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്നായിരുന്നു പ്രതികരണം. RPIക്ക് കിട്ടുന്ന അവസരങ്ങൾ കുറയുമെന്ന പേടി അത്താവലയ്ക്കുണ്ട്. 24 മുംബൈ. കോൺഗ്രസിന്റെ കരട് പ്രകടന പത്രിക പരിശോധിച്ച് അംഗീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തുടങ്ങി. AICC ആസ്ഥാനത്താണ് യോഗം. കോൺഗ്രസ് പ്രകടന പത്രിക ജനങ്ങളുടെ ശബ്ദമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, സ്ത്രീ വോട്ടർമാരെ അടക്കം ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ ഇടം പിടിക്കുന്ന ഒരു പ്രകടന പത്രികയായിരിക്കും എന്ന തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നേതാക്കൾ അത് സംബന്ധിച്ചുള്ള സൂചനകളൊക്കെ നേരത്തെ നൽകുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ അംബുജൻ? റിജിത്ത്, എന്തായാലും കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെല്ലാം തന്നെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ ഈ പ്രകടന പത്രികയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 വാഗ്ദാനങ്ങൾ നേരത്തെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ കർഷകർക്ക് ന്യായം, അതോടൊപ്പം തന്നെ യുവാക്കൾക്ക് ന്യായം തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് നടപ്പാക്കുക, കൂടാതെ താങ്ങുവിലയിൽ കർഷകർക്ക് ആശ്വാസകരമായ പ്രഖ്യാപനമായ താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന ഉറപ്പും നേരത്തെ തന്നെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ പ്രകടന പത്രികയിൽ അന്തിമ അംഗീകാരം നൽകും. ഇപ്പോൾ CW
PWC പുരോഗമിക്കുകയാണ്. അതിനുശേഷം വൈകാതെ ഒരു പക്ഷേ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ജനങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞ ഏതാനും നാളുകളായി കോൺഗ്രസ് നടത്തിയ പ്രചരണത്തോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. 2004 സമാനമായ ഒരു സാഹചര്യം, അതായത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പോലെ തന്നെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP രണ്ടാമതും അധികാരത്തിലെത്തുമെന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് 2004 പിന്നീട് സംഭവിച്ചത് കോൺഗ്രസ് UPA വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ നിലയിലുള്ള രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഗ്യാരണ്ടി 2004 സമാനമായ ഫലമായിരിക്കും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ ഈ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുംബൈയിൽ ഇന്ത്യാ സഖ്യത്തിന്റെ റാലിയിൽ നിന്ന് ഇടതു പാർട്ടികൾ വിട്ടുനിന്നതിൽ വാക്പോര് തുടരുന്നു. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുമ്പോൾ എന്തിന് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ചോദ്യമാണ് CPIM ഉന്നയിക്കുന്നത്. CPIMന് മോദിയോടുള്ളതിനേക്കാൾ എതിർപ്പ് ഇന്ത്യ മുന്നണിയോടാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി വൈകിട്ട് ഡൽഹിയിൽ യോഗം ചേരും. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് മുംബൈയിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ കോൺഗ്രസ് അണിനിരത്തിയത്. CPIMും CPIയും വിട്ടുനിന്നതോടെ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഇടതു സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പരിപാടിയിൽ എന്തിനിരിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിങ്ങളുടെ പരിപാടി, ആ പരിപാടിയുടെ സമാപനത്തിൽ സ്റ്റേജിലിരിക്കാൻ വേണ്ടി ഒരു കൗതുകത്തിന് കുറെ നേതാക്കന്മാർ ആ പട്ടികയിൽ CPIMന്റെ ജനറൽ സെക്രട്ടറി, CPIയുടെ ജനറൽ സെക്രട്ടറി, അത് ഇവർ രണ്ടാളും പോകണം, രാജിയും അതുപോലെ തന്നെ യെച്ചൂരിയും പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല. CPIM നിലപാടിനെതിരെ രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രൂപപ്പെട്ട ഭിന്നത പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും ഇടതു നേതൃത്വവും. ആന്ധ്രാപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി എയർഫോഴ്സ് വിമാനം ഉപയോഗിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഉത്തർപ്രദേശിലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്നത്തെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം അന്തിമ തീരുമാനമെടുക്കും. 24 ഡൽഹി. K. കരുണാകരന്റെ ബന്ധുക്കളെയും കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണനെയും സന്ദർശിച്ച തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ കലാമണ്ഡലം ഗോപിയെയും നേരിൽ കാണുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സുരേഷ് ഗോപി പിടിക്കുന്നത് 0 വോട്ടെന്ന് UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ പരിഹസിച്ചു. പിന്തുണയ്ക്കാൻ കലാമണ്ഡലം ഗോപിയെ നിർബന്ധിച്ചെന്ന വിവാദം കെട്ടടങ്ങും മുമ്പാണ് K. കരുണാകരന്റെ ഭാര്യ സഹോദരിയുടെ വീട്ടിൽ സുരേഷ് ഗോപിയുടെ സന്ദർശനം. അന്തരിച്ച സത്യഭാമയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച സുരേഷ് ഗോപി മടങ്ങിയത് ചായ സൽക്കാരത്തിന് ശേഷം. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല, വോട്ടും സംസാരിച്ചിട്ടില്ല, ഞാൻ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുമില്ല. ഭക്ഷണത്തിന് വിളിച്ചു, വന്നു, കഴിച്ചു, പോകുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇതിനൊരു രാഷ്ട്രീയ മാനം ആരും കാണേണ്ടതില്ല. കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണനെയും വസതിയിലെത്തി കണ്ടു. സന്ദർശനത്തെക്കുറിച്ച് UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ പ്രതികരണം ഇങ്ങനെ: എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട്. കാരണം അവിടെ ആരും അദ്ദേഹത്തിന് ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല. അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് ചെന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചല്ലോ, പത്മഭൂഷൺ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഗെറ്റ് ഔട്ട് അടിച്ചു. അദ്ദേഹം എവിടെ സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം, അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല. കലാമണ്ഡലം ഗോപി ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K. രാധാകൃഷ്ണന് വേണ്ടി വീഡിയോ ഇറക്കിയത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണെന്നും ആരും കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ ഗോപി ആശാനെ താൻ നേരിൽ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദം ആസൂത്രിതമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ? സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ്, എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഏതാണ് ഈ ഇടനില? അപ്പോൾ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്. പത്മജ വേണുഗോപാലിനെ പാർട്ടിയിലെത്തിച്ചതിന് പിന്നാലെ സന്ദർശനത്തിലൂടെ കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാനാണ് BJP നീക്കം. 24 തൃശൂർ. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെതിരെ വീണ്ടും അസഭ്യ പരാമർശവുമായി MM മണി. അനീഷ് രാജൻ രക്തസാക്ഷി അനുസ്മരണ ചടങ്ങിലാണ് വിവാദ പരാമർശം. പ്രസംഗത്തിൽ ഇടുക്കി മുൻ MP PJ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ട്. പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ ഇനിയും വന്നിരിക്കുക. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാം, ഒലത്താവെന്നും പറഞ്ഞു നന്നായി വലതേക്കുള്ളൂ, നന്നാക്കുമ്പോ. അതുകൊണ്ടാണല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല, നീതിബോധമുള്ളവരാണ്. അതിന് മുമ്പുണ്ട് PJ കുര്യൻ നേരെ പടിയായിരുന്നു, പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത്, എല്ലാം നമ്മൾ മറന്നോ?
നാടൻ പ്രയോഗം എന്ന പേരിൽ എം മണി പറയുന്ന അസഭ്യം കേരളത്തിലെ ജനങ്ങൾ കേൾക്കേണ്ട അവസ്ഥയെന്നും മണിയുടെ ശൈലിയിൽ തിരിച്ചു പറയില്ല എന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. ഞാനേതായാലും ആ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. RJD നേതാവ് വി സുരേന്ദ്രൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കവടിയാറിലെ വീട്ടിലെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ സുരേന്ദ്രൻപിള്ളയെ കണ്ടത്. മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ എത്തുമെന്ന് BJP ആവർത്തിക്കുന്നതിനിടയിലാണ് കൂടിക്കാഴ്ച നടന്നത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. പത്മജി അടക്കം കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് കൂടണഞ്ഞപ്പോൾ ഇടതു നേതാക്കൾ ചിലരും പാർട്ടിയിലേക്ക് വരുമെന്നായിരുന്നു BJP സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടെയാണ് വി സുരേന്ദ്രൻപിള്ളയെ രാജീവ് ചന്ദ്രശേഖർ കവടിയാറിലെ വീട്ടിലെത്തി കണ്ടത്. രാവിലെ 9:15 കവടിയാറിലെ സുരേന്ദ്രൻപിള്ളയുടെ വീട്ടിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ 15 മിനിറ്റോളം ചിലവിട്ടു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ സാധാരണ നിലയിൽ വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുവെന്നും താൻ LDFന്റെ പ്രവർത്തകനാണെന്ന് വിശദീകരിച്ചുവെന്നും സുരേന്ദ്രൻപിള്ളയും പറയുന്നു. RJDയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടതുമുന്നണിയിൽ ഉന്നയിച്ചതടക്കം മുൻപ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. അതേസമയം BJPയെയും സംഘപരിവാർ ശക്തികളെയും പരാജയപ്പെടുത്തുകയാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം BJPയെയും സംഘപരിവാർ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJPയുടെ ഗവൺമെന്റ് വിവിധങ്ങളായ കഴിവഴികളിലൂടെ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ബോധപൂർവമായ അജണ്ടയും നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇതിനെല്ലാം എതിരായ വലിയ പോരാട്ടത്തിലേക്കാണ് രാജ്യത്തെ ജനങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലുണ്ടായ പുതിയ വിവാദത്തിൽ സുരേന്ദ്രൻപിള്ളയോടുള്ള CPMന്റെ നിലപാട് നിർണായകമാകും. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് വീണ് തലയ്ക്ക് പരിക്കേറ്റ യുവാവ് മരിച്ചു. മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത്. നിംസ് കോളേജിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ലുമായി വന്ന ലോറിയാണ് അപകടം ഉണ്ടാക്കിയത്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം മുക്കോല ഭാഗത്ത് വച്ചാണ് യുവാവിന്റെ തലയിലേക്ക് കരിങ്കല്ല് പതിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി കയറ്റി വന്ന ലോറിയിൽ നിന്നാണ് കരിങ്കല്ല് ഈ സമീപത്ത് കൂടി ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് പതിച്ചത്. ഇതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ മുക്കോല സ്വദേശി അനന്തുവിനെ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അനന്തുവിന് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാനിരിക്കെയായിരുന്നു ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഥലത്തടക്കം നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ അനധികൃതമായാണ് ഈ പാറ ഈ ലോറിയിൽ കയറ്റി വന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. കാരണം വലിയ തരത്തിൽ, അതായത് ഓവർലോഡ് ആയിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്ന കാര്യം. ഇതിനെ തുടർന്ന് വിഴിഞ്ഞം തുറമുഖ കവാടം ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസും അദാനി അധികൃതരും എത്തി ചർച്ച നടത്തിയായിരുന്നു നേരത്തെ ആ ഒരു പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യുവാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. ഇനി കൂടുതൽ പ്രതിഷേധമുണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ നിംസ് ആശുപത്രിയിലാണ് അനന്തുവിന്റെ മൃതദേഹം ഉള്ളത്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നിംസ് ആശുപത്രിയിലെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ് അനന്തു. മുക്കോലയ്ക്ക് സ്വദേശിയാണ്. കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം അനന്തുവിന് ഉണ്ടാകുന്നത്. റീജിത്ത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും വിവിധ സ്ഥലങ്ങളിൽ വന്യജീവി ആക്രമണമുണ്ടായി. കൊല്ലം കടക്കലിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കണ്ണൂർ അടക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം 3ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് മുക്കുന്നം കല്ലേരി ഭാഗത്ത് കാട്ടുപന്നി ബൈക്കിലിടിച്ച് മുക്കുന്നം സ്വദേശി മനോജിന് പരിക്കേറ്റത്. 47 വയസ്സുള്ള മനോജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നു പുലർച്ചെ മരിച്ചത്.
കണ്ണൂർ അടയ്ക്കാത്തോട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കരിയംകാപ്പ് മേഖലയിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ദൌത്യസംഘം പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടാനാണ് തീരുമാനം. വനപാലകരുടെ കൺമുന്നിൽ ഏറെ നേരം ഉണ്ടായിട്ടും കടുവയെ പിടികൂടുന്നതിൽ വീഴ്ചയുണ്ടായി എന്നാണ് നാട്ടുകാരുടെ ആരോപണം. മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി. ദർശന ധ്യാന കേന്ദ്രത്തിന് സമീപത്തെ കൃഷി നശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാന പടയപ്പയ്ക്കായി പ്രത്യേക സംഘം നിരീക്ഷണം തുടങ്ങി. ഡ്രോൺ നിരീക്ഷണം സ്ഥിരമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളും വനംവകുപ്പ് ആരംഭിച്ചു. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലെ ജനവാസ മേഖലയിലാണ് ആന നിലവിലുള്ളത്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ ഉടനെ കഴിയില്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. പടയപ്പ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് ആന ഇപ്പോഴുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു ചോല വനത്തിൽ അത് മറഞ്ഞിരിക്കുകയാണ്. ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നിലവിൽ പടയപ്പ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ വെയിലാറിയതിനു ശേഷം വീണ്ടും ഇത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് ലയങ്ങളുണ്ട്. അതിന്റെ ആശങ്ക ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പടയപ്പ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ ആനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിലെ നിരീക്ഷണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമ്മളുടെ ലാൻഡ്സ്കേപ്പിന് സ്യൂട്ടബിളായ രീതിയിൽ എങ്ങനെ ഈ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് റിയൽ ടൈം ആയിട്ട് ഇവിടെയുള്ള എലിഫൻസിൻ്റെ മൂവ്മെൻറ്റിനെയും നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും, അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് അലേർട്ടുകൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ആ പടയപ്പ മതപ്പാടിലായിരുന്നു. മതപ്പാട് കാലം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വനംവകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ സമീപ ദിവസങ്ങളിൽ 3 കടകൾ മാട്ടുപ്പെട്ടിയിൽ പടയപ്പ തകർത്തിരുന്നു. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളോട് കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്നുള്ളത് അപ്രായോഗികമായൊരു കാര്യമായി വനംവകുപ്പ് കാണുന്നുണ്ട്. കാരണം മൂന്നാർ മേഖലയിൽ ഉൾവനങ്ങളില്ല, ആ ചെറിയ ചോലവനങ്ങൾ മാത്രമാണുള്ളത്. ഒരുപക്ഷെ ആനയെ ഈ മാങ്കുളം മേഖലയിലേക്ക് തുരത്താൻ വേണ്ടിയുള്ളൊരു നടപടി സ്വീകരിച്ചേക്കും. അത് ആദ്യഘട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. വന്യമൃഗ ഭീഷണിയിൽ ഭയത്തോടെ കഴിയുകയാണ് കൊല്ലം പത്തനാപുരത്തെ മലയോര ഗ്രാമം. പുന്നല അലിമുക്ക് പ്രദേശത്ത് അജ്ഞാത ജീവി കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിരുന്നു. ഇത് പുലിയാണ് എന്നാണ് നാട്ടുകാരുടെ സംശയം. വർഷങ്ങളായി വന്യമൃഗ ഭീഷണി രൂക്ഷമാണ് അലിമുക്ക് പുന്നല പ്രദേശങ്ങളിൽ. വളർത്തുമൃഗങ്ങളെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശവാസിയായ ജോർജ് കുട്ടിയുടെ വീട്ടിലെ ആടിനെ അജ്ഞാത ജീവി ആക്രമിച്ചിരുന്നു. ആടിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ഉടലിന്റെ കുറെ ഭാഗം ഭക്ഷണമാക്കിയ നിലയിലാണ്. പുലി ഇറങ്ങിയെന്ന ആശങ്കയിലാണ് നിലവിൽ നാട്ടുകാർ. ഇതുവരെ നമുക്കിവിടെ ഇങ്ങനൊരു ശല്യം വന്നിട്ടില്ല. അതുകൊണ്ട് അപ്പുറത്തെ അതിന് 3-4 ദിവസിക്കുമ്പോഴാണ് എടുക്കുന്നത്. എല്ലാവരും പുലി ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ജീവിതമായത് പിന്നെ ഇനിയിപ്പം മൃഗത്തിന്റെ ശല്യം ഉണ്ട്, പിന്നെ കൊടുത്ത് കൈ ഒഴിയാനല്ലോ. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ, ആടിന്റെ ശരീരഭാഗങ്ങളിലെ മുറിവുകൾ എന്നിവയുടെ അടിസ്ഥാനപ്പെടുത്തി ജനവാസ മേഖലയിൽ ഇറങ്ങിയ ജീവിയെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് വനപാലകർ. പുലിയാണ് ഇറങ്ങിയതെന്ന് സ്ഥിരീകരിച്ചാൽ പുലിക്കൂട് സ്ഥാപിക്കുന്ന അടക്കമുള്ള നടപടികൾ ഉടനുണ്ടാകുമെന്ന് വനപാലകർ നാട്ടുകാരെ അറിയിച്ചു. പ്രദേശത്തെ വന്യമൃഗ ഭീഷണിക്ക് ശാശ്വത പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 24 കൊല്ലം. ആലപ്പുഴ പുറക്കാട്ട് കടൽ ഉൾവലിഞ്ഞു. പുറക്കാട് തീരത്ത് 50 മീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത്. ചാകരയ്ക്ക് മുന്നോടിയായുള്ള സ്വാഭാവിക പ്രതിഭാസമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇന്നലെ രാത്രി മുതലാണ് പുറക്കാട് കടൽ ഉൾവലിഞ്ഞു തുടങ്ങിയത്. വെളുപ്പിന് 5:30 വടക്ക് പായൽക്കുളങ്ങര മുതൽ തെക്കോട്ട് 850 മീറ്റർ ദൂരം നീളത്തിൽ കടൽ വീണ്ടും ഉൾവലിഞ്ഞു. ഇതോടെ തൊഴിലാളികൾ മത്സ്യബന്ധന ഉപകരണങ്ങൾ കരയിൽ നിന്ന് മാറ്റി തുടങ്ങി. സ്വാഭാവികമായ പ്രതിഭാസമെന്ന് പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ. പ്രതിഭാസം രൂപപ്പെടുന്നത് ചെളി ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തെയാണ്. അത് സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികൾ ഇത് കണ്ട് പരിചയിച്ചിട്ടുള്ളവരാണ്. ആശങ്കയുണ്ടായത് സുനാമി ദുരന്തത്തിന് ശേഷമാണ്. അതിനുശേഷമാണ് ഇതിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളടക്കം ആശങ്കപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകളൊക്കെ തന്നെ വളരെ വലിയ തരത്തിലേക്ക് ഇത് ഗൗരവത്തോടെ കാണാൻ പറ്റുന്നു. സുനാമിക്ക് മുമ്പ് ഇത്തരത്തിൽ കടൽ വലിഞ്ഞിരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും കുടുംബങ്ങളും ആശങ്കയിലായി. തീരത്ത് നങ്കൂരമിട്ട ബോട്ടുകളും വള്ളങ്ങളും പെട്ടെന്ന് തന്നെ മാറ്റിയതിനാൽ വൻനാശം ഉണ്ടായില്ല. വിദഗ്ധ പഠനത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. ഫിഷറീസ് വകുപ്പ് ശാസ്ത്രീയ പഠനം നടത്തും. ഇതിപ്പോൾ കടൽ ഉൾവലിഞ്ഞതാണ്. ചില സമയത്ത് രൂക്ഷമായ കടൽക്ഷോഭമാണ്. അപ്പടി നഷ്ടം സംഭവിക്കുന്നത് സാധാരണ തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങൾക്കാണ്. അതുകൊണ്ടിപ്പോൾ മാരിടൈം ബോർഡാണെങ്കിൽ തന്നെയും നമ്മൾ ഈ ഹാർബറുകൾ ഡ്രഡ്ജ് ചെയ്ത്
ഡീപ്പനിങ് ചെയ്ത് അതിൻ്റെ ഹാർബറുകൾ ഒരുക്കണം എന്നൊരു സമീപനമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ വിവിധ മേഖലകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത്. കടൽ ഉൾവലിഞ്ഞ പ്രദേശങ്ങളുടെ സമീപ തീരമേഖലകളായ തോട്ടപ്പള്ളി, പൂന്തല, ആലപ്പുഴ എന്നിവിടങ്ങളിൽ കടലേറ്റവും ഉണ്ടായി. 24 ആലപ്പുഴ. കോഴിക്കോട് പേരാമ്പ്ര അനു കൊലപാതകത്തിൽ പ്രതി മുജീബ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസമാണ് കസ്റ്റഡി കാലാവധി. പ്രതിയെ പോലീസ് വിവിധയിടങ്ങളിലെത്തിച്ച് തെളിവെടുക്കും. പേരാമ്പ്ര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതി മുജീബ് റഹ്മാനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. 5 ദിവസം ആവശ്യപ്പെട്ടെങ്കിലും കോടതി 4 ദിവസത്തെ കസ്റ്റഡി അനുവദിക്കുകയായിരുന്നു. പ്രതിയെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. സമാനമായ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടോ എന്നതുൾപ്പെടെ കണ്ടെത്താനാണ് പോലീസ് നീക്കം. അതിനുശേഷം ബൈക്ക് മോഷ്ടിച്ച കണ്ണൂർ മട്ടന്നൂരിലും കൊലപാതകം നടന്ന സ്ഥലത്തും എത്തിച്ച് തെളിവെടുക്കും. കൊലപാതക സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. മുത്തേരി പീഡനക്കേസിൽ മുജീബിന്റെ ജാമ്യം റദ്ദ് ചെയ്യാനായി പോലീസ് കോടതിയിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. 24 കോഴിക്കോട്. കോഴിക്കോട് പേരാമ്പ്ര അനു വധക്കേസിലെ പ്രതി മുജീബ് റഹ്മാൻ 29 വർഷമായി സ്ഥിരം കുറ്റവാളിയാണ്. വിവിധ ജില്ലകളിലായി 56 കേസുകളിൽ പ്രതിയാണ് മുജീബ്. ചുരുക്കം ചില കേസുകളിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. പത്തൊൻപതാം വയസ്സിൽ പിടിച്ചുപറിയിൽ തുടങ്ങി ഏറെ വൈകാതെ വാഹനമോഷണത്തിലേക്ക് മുജീബ് കടന്നു. കേരളത്തിൽ നിന്ന് കാറുകൾ മോഷ്ടിച്ച് തമിഴ്നാട്ടിലെത്തിച്ച് കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന് കൈമാറും. 2001 മുതൽ 10 വർഷം ഇതായിരുന്നു പതിവ്. മോഷണം, പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യുകയും ആഭരണങ്ങൾ കവരുന്നതുമായിരുന്നു മുജീബിന്റെ രീതി. 2020 മുത്തേരിയിൽ വയോധികയെ ഭീഷണിപ്പെടുത്തി ഓട്ടോയിൽ കയറ്റിയാണ് കെട്ടിയിട്ട് പീഡിപ്പിച്ചത്. പേരാമ്പ്രയിൽ അനുവിനെ തലക്കടിച്ച് ബോധരഹിതയാക്കിയാണ് വെള്ളത്തിൽ ചവിട്ടിത്താഴ്ത്തിയത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി 56 കേസുകൾ മുജീബിനെതിരെ നിലവിലുണ്ട്. എന്നാൽ ശിക്ഷിക്കപ്പെട്ടത് ചുരുക്കം കേസുകളിൽ മാത്രമാണ്. കൊടും കുറ്റവാളിയായ ഇയാൾക്ക് സമൂഹത്തിൽ സ്വൈരവിഹാരത്തിന് എങ്ങനെ അവസരമൊരുങ്ങിയെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടും എന്തുകൊണ്ട് ഇയാൾ പോലീസിന്റെ നിരീക്ഷണ വലയത്തിലുണ്ടായില്ല? മുത്തേരിയിലെ അതിജീവിത പറഞ്ഞതുപോലെ നേരത്തെയുണ്ടായ കുറ്റകൃത്യങ്ങളിൽ ശക്തമായ ശിക്ഷാ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അനുവിന് ഈ ദുർഗതി സംഭവിക്കില്ലായിരുന്നു. 24 കോഴിക്കോട്. ജസ്ന തിരോധാര കേസിലെ CBI റിപ്പോർട്ട് തള്ളി മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ KG സൈമൺ. ലോക്കൽ പോലീസ് കണ്ടെത്താത്തത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നില്ല CBI ചെയ്യേണ്ടിയിരുന്നതെന്നും KG സൈമൺ 24നോട് പറഞ്ഞു. ജസ്ന തിരോധാന കേസ് ആദ്യം അന്വേഷിച്ച കേരള പോലീസ് അന്വേഷണത്തിന്റെ ആദ്യ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയെന്നായിരുന്നു കേസ് അവസാനിപ്പിച്ച് CBI കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പരാമർശം. ഈ റിപ്പോർട്ടിനെതിരെയാണ് മുൻ ക്രൈംബ്രാഞ്ച് SP KG സൈമന്റെ വിയോജിപ്പ്. കേസിന്റെ ആദ്യഘട്ടത്തിലെ വിവരങ്ങൾ ലോക്കൽ പോലീസ് രേഖയാക്കിയില്ല. അത് പോലീസിന്റെ വീഴ്ചയല്ല. ലോക്കൽ പോലീസ് ആദ്യ 48 മണിക്കൂറിൽ അന്വേഷിച്ച് കണ്ടെത്താതിരുന്നത് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്നും KG സൈമൺ. ഇതും ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു 48 hours നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അന്വേഷണം വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവർ കണ്ട് എഴുതി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ അകത്ത് CBIയുടെ ഒരു നോട്ടത്തിൽ, അതും ക്രൈംബ്രാഞ്ച് നോട്ടത്തിൽ ചിലപ്പോൾ അത് വന്നിരിക്കാം. എങ്കിൽ അതൊരു പിന്നീട് അന്വേഷിക്കുന്നവർക്ക് ആ ഭാഗം കവർ ചെയ്യത്തക്ക രീതിയിലുള്ള അന്വേഷണങ്ങൾ പലതും നടത്തേണ്ടതായിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി അന്വേഷണം അവസാനിപ്പിക്കുകയായിരുന്നില്ല CBI ചെയ്യേണ്ടിയിരുന്നത് എന്നും അതിനപ്പുറം കടന്ന് അന്വേഷണം നടത്തണമായിരുന്നുവെന്നും KG സൈമൺ പറഞ്ഞു. ശുഭവാർത്ത പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല. കോവിഡ് വന്നതാണ് അന്വേഷണത്തിന് പ്രതിസന്ധിയായതെന്നും KG സൈമൺ പറഞ്ഞു. 24 ഇടുക്കി. ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി തിരികെ എത്താം. അതിനു മുമ്പ് പ്രേക്ഷകരോട് ഒരു കാര്യം സൂചിപ്പിക്കാം. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങളായി കുറിക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ഗുഡ് ആഫ്റ്റർനൂൺ പരിപാടി പ്രേക്ഷകരുമായി സംബന്ധിച്ചും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടും അതിനുള്ള മറുപടികൾ പറഞ്ഞുമൊക്കെയാണല്ലോ മുന്നോട്ട് പോകാറുള്ളത്. ഈ ഫ്രെയിമിലടക്കം മാറ്റമുണ്ടല്ലോ എന്നുള്ള ചോദ്യം ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പുതിയൊരു രൂപത്തിൽ വരാൻ പോവുകയാണ്. അതിൻ്റെ ഫ്രെയിമുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതിക ജോലികളൊക്കെ നടക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂൺ ഈ രൂപത്തിലായിരിക്കും. നാളെ പുതിയ രീതിയിൽ നമ്മുടെ പഴയ ശൈലിയിൽ, അതായത് പ്രേക്ഷകരുമായൊക്കെ സംബന്ധിച്ചുള്ള ഗുഡ് ആഫ്റ്റർനൂൺ നാളെ കാണുകയും ചെയ്യും. നാളെ മുതൽ അത് വീണ്ടും ആ രീതിയിൽ തന്നെ തുടരുകയും. തൃശ്ശൂരിൽ DYFI പ്രവർത്തകൻ പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ. DYFI കേച്ചേരി മേഖലാ പ്രസിഡന്റ് സുജിത്തിനെ CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ്
തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയാണ് മരണത്തിന് കാരണം എന്നാണ് നിഗമനം. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ് സൂരജ്? ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഈ കേച്ചേരി CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഈ തൂങ്ങി മരിച്ച നിലയിൽ സുജിത്തിനെ കണ്ടെത്തുന്നത്. സമീപത്തുണ്ടായിരുന്നവരാണ് ആദ്യം സുജിത്തിനെ ഈ തൂങ്ങി മരിച്ച നിലയിൽ പാർട്ടി ഓഫീസിനുള്ളിൽ കണ്ടെത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി പിന്നീട് ഈ മൃതദേഹം ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് സുജിത്തുമായുള്ള അടുത്ത സുഹൃത്തുക്കൾ അടക്കമുള്ളവരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ആത്മഹത്യ തന്നെയാണ്, മറ്റു ദുരൂഹതകളില്ല എന്നിവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കേച്ചേരി മേഖലാ പ്രസിഡന്റാണ് നിലവിൽ ഈ സുജിത്ത്. 28 വയസ്സായിരുന്നു. TK. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് വീണ് തലയ്ക്ക് പരിക്കേറ്റ യുവാവ് മരിച്ചു എന്നുള്ള വിവരം, അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ MG പ്രതീഷ് പങ്കുവച്ചിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മുക്കോല സ്വദേശി അനന്തുവാണ് മരിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കല്ലുമായി വന്ന ലോറിയാണ് അപകടമുണ്ടാക്കിയത്. സംഭവസ്ഥലത്ത് ഇപ്പോൾ MG പ്രതീഷ് എത്തിയിട്ടുണ്ട്. പ്രതീഷ്, അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് പ്രതീഷ്? റിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദാരുണമായ സംഭവമാണ് വിഴിഞ്ഞം മുക്കോലയിൽ ഉണ്ടായത്. ഈ അപകട സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുക്കോലയിൽ നിന്ന് ബാലരാമപുരത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ഈ റോഡിൽ നിന്ന് ഈ മുക്കോല ഭാഗത്ത് നിന്ന് ബാലരാമപുരത്തേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു അനന്തു. ഈ ബാലരാമപുരം ഭാഗത്ത് നിന്ന് വിഴിഞ്ഞം ഭാഗത്തേക്ക് പാറ കയറ്റി വന്ന ടിപ്പർ ലോറിയിൽ നിന്നാണ് പാറ കഷ്ണം അനന്തുവിൻ്റെ ദേഹത്തേക്ക് പതിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ വെച്ചാണ് അപകടമുണ്ടായത്. ഈ മതിലുകളിലടക്കം ഇതിൻ്റെ പാടുകൾ ഇപ്പോഴും കാണാൻ സാധിക്കും. ഈ ബാലരാമപുരം ഭാഗത്തേക്ക് കോളേജിലേക്ക് അനന്തു പോവുകയായിരുന്നു. ഈ സമയത്താണ് ടിപ്പറിൽ നിന്ന് ഈ പാറക്കഷ്ണം അനന്തുവിൻ്റെ ദേഹത്തേക്ക് പതിക്കുന്നത്. തുടർന്ന് ബൈക്കിൻ്റെ നിയന്ത്രണം തെറ്റി അനന്തു ഇവിടെ വീഴുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അനന്തുവിനെ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അല്പസമയം മുമ്പ് അനന്തുവിൻ്റെ മരണം സംഭവിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ അനന്തുവിൻ്റെ മരണത്തിന് ഇടയാക്കിയ ഈ പാറക്കഷ്ണം അടക്കം നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ പാറക്കഷ്ണമാണ് അനന്തുവിൻ്റെ ദേഹത്തേക്ക് പതിച്ചത്. തുടർന്ന് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന അനന്തുവിൻ്റെ നിയന്ത്രണം തെറ്റുകയും അപകടം ഉണ്ടാവുകയുമായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നതാണ് ഈ പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരടക്കം പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്കൂട്ടറിലാണ് അനന്തു യാത്ര ചെയ്തിരുന്നത്. അപ്പോഴാണ് അപകടം ഉണ്ടായത്. ഈ സ്കൂട്ടർ അടക്കം പൂർണ്ണമായും തകർന്ന ഒരു നിലയിലാണ്. ഈ നാട്ടുകാരടക്കം വലിയ പ്രതിഷേധമുണ്ട്. കാരണം നാട്ടുകാർ പറയുന്നത് ഈ വാഹനത്തിലടക്കം ഓവർലോഡ് ആയിരുന്നു, ഇതാണ് ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നതാണ്. ഈ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഇത് അറിയുന്നത്? എങ്ങനെയാണ്? രാവിലെ 8 മണിക്ക് വണ്ടി നിറച്ച് അങ്ങനെയാണ് പറ്റിയത്. വീട്ടിലുണ്ടായിരുന്നു ചേട്ടൻ? ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ടാണ് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വണ്ടിയിൽ ഇത്ര ലോഡ് ഉള്ള ലോറി വന്നവിടെ കിടക്കുന്നുണ്ട്. നല്ല പരിക്കേറ്റിരുന്നു. നല്ല ശരീരം മൊത്തം വായിക്കാത്ത തുണിയൊക്കെ ബ്ലഡ് ചുമ്മാ പൊക്കൊണ്ടിരുന്നു. നിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ ഭാര്യയാണ് എടുത്ത് മടിയിരുത്തിയതും എല്ലാം. ഈ വാഹനത്തിൽ കൂടുതൽ ലോഡായിരുന്നു പാറ കൂടുതൽ തന്നെയാണ്. അതാണ് തൊഴിഞ്ഞ് വീണത്. ഇങ്ങനെ കൂമ്പാലായിരുന്നു, അങ്ങനെയാണ് പറ്റിയത്. ദേഹത്തേക്ക് പതിച്ച് പിന്നീട് ഈ വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി വന്ന് മറിയുകയായിരുന്നു. അത് അങ്ങനെ തന്നെ മറിയാൻ പറ്റുമല്ല, വരുന്ന ആളിന് വോട്ടിങ്ങുമ്പോൾ അങ്ങനെയല്ലേ പറ്റുള്ളൂ, നിയന്ത്രണം വിട്ടുപോകും. പിന്നെ അങ്ങനെ പറ്റിയതാണിത്. നേരത്തെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം അമിത ഭാരം കയറ്റി വാഹനങ്ങളൊക്കെ വരുന്നു. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് പ്രശ്നം നേരത്തെ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? പല പ്രാവശ്യവും അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കുഴി നമ്മത്തണം എന്നും കേൾക്കൂല. ഒരിക്കൽ ഞാൻ പൈസ ഒറ്റയ്ക്ക് സംരംഭം ചെയ്താണ് കുറച്ച് കാങ്കറ്റിട്ട് അവിടെ, പിന്നെ വീണ്ടും കുഴിയായപ്പോൾ അവർ തിരിഞ്ഞു നോക്കൂല. അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ജോർദാൻ കമ്പനിയാണ്, അദാനിയാണ് ചെയ്യാനുള്ളതാണ് ഇവർ പറയണത്. ഒരു വികസനങ്ങളിൽ കണക്ക് നമുക്ക് വിരോധമില്ല. ഇത് ഒന്നും ചെയ്യില്ല. ഇവർ റോഡുകൾ ഒന്നും ശരിയാക്കാതെ വണ്ടികളെ പറഞ്ഞിട്ട് ചുമ്മാ ഭയങ്കര സ്പീഡാണ്. 30 സ്പീഡാണ് കൊടുത്തേക്കുന്നത്. അവർ പോണത് 60-70. ഈ ഇത്രയും ലോഡ് കയറ്റി വെച്ചുകൊണ്ട്. നാട്ടുകാരുടെ പ്രതികരണം ഇതാണ്. കാരണം ഒന്ന്, ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ കാരണമായി പറയുന്നത് ഈ ലോറിയിൽ അമിത ലോഡായിരുന്നു. ഒപ്പം ഈ റോഡിന് സമീപത്ത് ഒരു ചെറിയ കുഴിയുണ്ട്. ഈ കുഴിയുടെ ഭാഗത്ത് എത്തിയപ്പോൾ ഈ ലോറി ചെറുതായി വെട്ടിച്ചു. അങ്ങനെയാണ് ഈ ഓവർലോഡായി വന്ന ഈ ലോറിയിൽ നിന്നൊരു പാറക്കഷ്ണം അനന്തുവിന്റെ ദേഹത്തേക്ക് പതിക്കുകയും പിന്നീട് ഈ സ്കൂട്ടർ നിയന്ത്രണം തെറ്റി അപകടത്തിൽ പെടുകയും ചെയ്തത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അടിയന്തര ശസ്ത്രക്രിയക്കടക്കം അനന്തുവിനെ വിധേയമാക്കാൻ ഇരിക്കെ
ഇന്നലെയൊക്കെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ നിംസ് ആശുപത്രിയിലാണ് അനന്തുവിന്റെ മൃതദേഹമുള്ളത്. ഈ നിംസിലെ തന്നെ 4ാം വർഷ BDS വിദ്യാർത്ഥിയാണ്. മുക്കോല സ്വദേശിയാണ് അനന്തു. 26 വയസ്സാണ് പ്രായം. മുക്കോലയിൽ നിന്ന് ഈ കോളേജിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ുകയും അല്പസമയം മുമ്പ് അനന്തുവിന്റെ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും നാട്ടുകാരടക്കം വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട ഈ വിഴിഞ്ഞം മുക്കോല പ്രദേശത്ത് നാട്ടുകാരടക്കം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുക കൂടിയാണ്. റിജിത്ത്. ശരി, തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പർ ലോറിയിൽ നിന്ന് കല്ല് വീണ് തലയ്ക്ക് പരിക്കേറ്റ യുവാവ് മരിച്ചു. MG പ്രതീഷ് അതിന്റെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം ക്രിസ്റ്റീന ചെറിയാൻ ചേരും. അതിനുശേഷം ഗുഡ് ആഫ്റ്റർനൂൺ തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. കുതിക്കുന്ന ക്രൂഡ് വിലയിലുടക്കി വിപണി. പെയിന്റ് ഓയിൽ കമ്പനികൾ തകർച്ചാപാതയിൽ. കേന്ദ്ര ബാങ്കുകളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച നിക്ഷേപകർ. സെൻസെക്സ് 600 പോയിന്റിലേറെ കുറഞ്ഞു. നിഫ്റ്റി 22,000-ൽ താഴെ. IT കമ്പനികൾ നഷ്ടത്തിൽ. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. സംസ്ഥാനത്ത് പവൻവില 360 രൂപ കൂടി 48,640 വിപണിയിൽ തിളങ്ങി നിന്ന ബിറ്റ്കോയിൻ വിലയിടിഞ്ഞ് $66,000 താഴെ. 17 വർഷത്തിൽ ആദ്യമായി അടിസ്ഥാന പലിശ നിരക്ക് ഉയർത്തി ജപ്പാൻ. നെഗറ്റീവ് പലിശ നിരക്കിന് അവസാനമായി. 0 മുതൽ 0.1% വരെയായി നിരക്ക് പുനർനിർണയിച്ചു. ദുർബലമായി ജാപ്പനീസ് യെൻ. ഓസ്ട്രേലിയൻ കേന്ദ്ര ബാങ്കിന്റെ നിരക്ക് വർധന ഇന്ന്. ലോകത്ത് വായു മലിനീകരണം ഏറെയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും. ഏറ്റവും ഗുണനിലവാരമുള്ള വായു ഫ്രഞ്ച് പോളിനേഷ്യയിലും മൗറീഷ്യസിലും ഐസ്ലൻഡിലും. ഏറ്റവും അധികം വായു മലിനീകരണമുള്ള രാജ്യ തലസ്ഥാനം ഡൽഹി. 10 രാജ്യങ്ങളിലും 9% ആഗോള നഗരങ്ങളിലും മാത്രമാണ് ഗുണനിലവാരമുള്ള വായു ഉള്ളതെന്ന് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനി IQ എയർ. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്കായി AI അധിഷ്ഠിത സേവനം ഉറപ്പാക്കി ട്രൂ കോളർ. AI സാങ്കേതികവിദ്യ സ്പാം കോളുകൾ തടയും. അപ്ഡേറ്റ് ലഭ്യമാകുന്നത് പ്രീമിയം സബ്സ്ക്രൈബേഴ്സിനു മാത്രം. പ്രീമിയം വിഭാഗത്തിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാൻ ഫിൽറ്ററിംഗ് ടെക്നോളജി മെച്ചപ്പെടുത്തുമെന്നും കമ്പനി. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ കൂടുതൽ ലളിതമാകുന്നു. വിസ നിയമങ്ങൾ മെച്ചപ്പെടുത്തിയ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിക്കും. ബാങ്കോക്ക്, ഫൂക്കറ്റ്, സിംഗപ്പൂർ യാത്രകൾക്ക് കൂടുതൽ ചെലവ് കുറഞ്ഞ ഫ്ലൈറ്റുകൾ. ഇന്ത്യയുമായി എയർ സർവീസ് കരാർ ഒപ്പുവെച്ച രാജ്യങ്ങളിലേക്ക് പറക്കൽ സുഗമവും ചെലവ് കുറഞ്ഞതാകുമെന്ന് വിലയിരുത്തൽ. ഇനി മറ്റ് ബിസിനസ് വാർത്തകൾ നോക്കിയാൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വായ്പാ പലിശ നിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. നാളെയാണ് ഈ വായ്പാ പലിശ നിരക്ക് കൂടുതലാക്കിയത് പ്രാബല്യത്തിലാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബാങ്കിൽ വിളിച്ചു ചോദിക്കുക എന്തായിരിക്കും നിങ്ങളുടെ EMIയിൽ വരുന്ന വർധന, ഏത് രീതിയിലായിരിക്കും അത് നിങ്ങളെ ബാധിക്കുക എന്നത്. ഇനി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വിപണി ഇന്ന് തകർച്ചാപാതയിലാണ്. വിവിധ കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്നു. അതുപോലെ തന്നെ ക്രൂഡ് വില കുതിക്കുന്നു, സ്വർണ്ണവില കൂടുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിത നിക്ഷേപം ഓഹരികളല്ല എന്ന ഒരു ചെറിയ കാല തീരുമാനത്തിലേക്ക് നിക്ഷേപകർ എത്തിയോ സംശയിക്കത്തക്ക രീതിയിലാണ് ഇന്ന് വിപണികൾ നമ്മൾ കാണുന്നത്. നിഫ്റ്റി ദേശീയ ഓഹരി വിപണി 200 പോയിന്റ് ഇടിഞ്ഞ് 21,855 വ്യാപാരം നടക്കുന്നത്. ബാങ്ക് മേഖലയും ഫൈനാൻഷ്യൽ സർവീസസ് മേഖലയും ഇന്നും തകർച്ചയിലാണ്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 592 പോയിന്റ് കുറഞ്ഞ് 72,155 വ്യാപാരം നടക്കുന്നത്. ഇന്നലെ ഡോളർ രൂപ വിനിമയ നിരക്കിൽ ഒരു ചാഞ്ചാട്ടമുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഡോളർ കരുത്താർജിച്ചിരിക്കുകയാണ്. $1 83 രൂപ എന്ന നിലയിലേക്കായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അത് 82.97 രൂപ ആയിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദേശത്തു നിന്ന് ഒരു സാധനം വാങ്ങിക്കുകയോ ഒരു സേവനത്തിനായി നമ്മൾ പേ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ $1 82.97 ഇന്നലെ കൊടുത്തിരുന്ന വ്യക്തി ഇന്ന് 83 രൂപ ഈ സമയത്ത് ആ പേയ്മെൻറ്റായി കൊടുക്കേണ്ടി വരും. അതാണ് ഈ മൂല്യ വ്യത്യാസം കൊണ്ടുള്ള ഉപഭോക്താവിനുണ്ടാകുന്ന നഷ്ടം. നമ്മുടെ അതിഥിയുണ്ട്, ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. എന്തായാലും വിപണി ഇന്നും ഒരു തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒന്ന് കരകയറും എന്ന് വിചാരിച്ചു, പക്ഷേ ആ ക്രൂഡ് വില ഒരു വശത്ത് പോകുന്നു. അതേപോലെ തന്നെ ബാങ്കുകൾ പലിശ നിരക്ക് ഉയർത്തുമോ താഴ്ത്തുമോ എന്ന് പറയുന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നു. വിപണിയെ നയിക്കുന്നത് ഇതൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ ക്രിസ്റ്റീന.
ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു ഗ്യാപ്പ് ഡൗണിലായിരുന്നു. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് തന്നെ പോകുന്നതായിട്ട് കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 21,808 വരെ നിഫ്റ്റി താഴ്ന്നതിന് ശേഷം ഒരു ചെറിയൊരു റിലീഫ് റാലി നമ്മൾ കണ്ടു. ഒരു 80-90 പോയിന്റിൻ്റെ അടുത്ത് തിരിച്ച് കയറി. പക്ഷേ മാർക്കറ്റ് അവിടെയും തിരിച്ച് പെർമനൻ്റ് ആയിട്ടൊരു കയറ്റം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 21,750 ലെവലാണ്. അതിനുള്ളിൽ മാർക്കറ്റ് എന്തായാലും നിൽക്കും ഈ ഒരു താഴ്ച എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും US-ൻ്റെ ഫെഡറൽ റിസർവിൻ്റെ മീറ്റ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ ഈ മീറ്റിങ്ങിലാണ്. അത് ബുധനാഴ്ച അതിൻ്റെ റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതും നമ്മുടെ വിപണിയെ ഒരു പരിധി വരെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ക്രൂഡിൻ്റെ വില കൂടുന്നു, ഇങ്ങനത്തെ ചില നെഗറ്റീവ് പോയിന്റുകൾ, അതുപോലെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ന്യൂസുകൾ, ഇതെല്ലാം വിപണിയെ ഒരു പരിധി വരെ ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ഇനി വൈകുന്നേരം 4:45 കാണാം. നമസ്കാരം. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ തുടരും. DBFS മാർക്കറ്റ് വ്യൂ. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷമാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം കേരളത്തിലേക്ക് എത്തുന്നത്. ഏറെ അഭിമാനമെന്ന് പറയട്ടെ, പ്രിയപ്പെട്ട കവി പ്രഭാവർമ്മയ്ക്കാണ് ഈ വർഷത്തെ പുരസ്കാരം. മലയാളിക്കാകെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ മുഹൂർത്തം. പ്രഭാവർമ്മ എന്ന പേര് കവിതയെ സ്നേഹിക്കുന്ന മലയാളികൾ മാത്രമല്ല, സിനിമാ ഗാനങ്ങളെ ആസ്വദിക്കുന്നവരും നെഞ്ചോട് ചേർത്തതാണ്. ഒരു ചെമ്പനീർ പൂവിറുത്തിട്ട് മലയാളിയുടെ മനസ്സിലേക്ക് നടന്നു കയറിയ കവി. പുരസ്കാരങ്ങൾ ഇതാദ്യമായല്ല പ്രഭാവർമ്മയെ തേടിയെത്തുന്നത്. സിനിമയ്ക്കും നാടകത്തിനും പത്രപ്രവർത്തനത്തിനും നിരവധി പുരസ്കാരങ്ങൾ. NSS കോളേജിൽ ആംഗലേയ സാഹിത്യം പഠിക്കുന്ന കാലം തൊട്ടേ കവിതയ്ക്ക് സമ്മാന പെരുമഴ. കവിതയെ മാറ്റി നിർത്തി ഒരു കാലത്തും ഈ കവി ജീവിച്ചിട്ടില്ല. എൻ്റെ ജീവിതം തന്നെ ഒരു കവിതാകാലമായിരുന്നു. ഞാൻ കവിതയെ നഴ്സ് ചെയ്തുകൊണ്ടേ ജീവിച്ചു പോകുന്ന ഒരാളാണ്. കവിതയെ ഒരിക്കലും ഞാൻ രണ്ടാം തരത്തിലേക്ക് മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്നും കവിതയായിരുന്നിട്ടുണ്ട്. കവിത എന്നോട് ആ സ്നേഹം കാണിച്ചിട്ടുമുണ്ട്. 1959 TK നാരായണൻ നമ്പൂതിരിയുടെയും N പങ്കജാക്ഷി തമ്പുരാട്ടിയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ച പ്രഭാവർമ്മ ആംഗലേയ സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം LLBയും കരസ്ഥമാക്കി. ശ്യാമമാധവം, കനൽ ചിലമ്പ്, രൗദ്രസാത്വികം എന്നീ കാവ്യാഖ്യായികകൾ, സൗവർണികം, അർക്കപൂർണിമ, അവിചാരിതമടക്കം 12 കാവ്യസമാഹാരങ്ങൾ, നോവലുകൾ, സാഹിത്യകൃതികൾ തുടങ്ങി പരിഭാഷകൻ വരെയായി ആ കർത്തവ്യപദം. അപ്പോഴൊക്കെയും മലയാള ഭാഷയോട് അങ്ങേയറ്റം നീതി പുലർത്തി ഈ സാഹിത്യകാരൻ. രൗദ്രസാത്വികത്തിന് സരസ്വതി സമ്മാൻ ലഭിക്കുമ്പോഴും അത് സമർപ്പിക്കുന്നത് മലയാളിക്കും മലയാള ഭാഷയ്ക്കും. സ്വത്വം വെടിഞ്ഞു മറഞ്ഞിടാൻ ആഗ്രഹിക്കുമ്പോൾ ആരോ അകമേ നിന്നും ചോദിക്കുന്നതായി തോന്നി, കുഞ്ഞെ ത്യജിക്കാനുണ്ടാവണം സ്വത്വം. ഇന്ത്യയിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സാഹിത്യകൃതിക്ക്, ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിലുണ്ടാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കൃതിക്ക് നൽകുന്ന സമ്മാനമാണ് സരസ്വതി സമ്മാൻ. ഈ വർഷം മലയാള ഭാഷയിലേക്ക്, നമ്മുടെ സാഹിത്യത്തിലേക്ക് വരുന്നു. അങ്ങനെ വരുന്നതിന് എൻ്റെ ഒരു കൃതി ഒരു മാധ്യമമാകുന്നു എന്നതിൽ എനിക്ക് ചെറുതല്ല സന്തോഷം. എൻ്റെ എഴുത്തിൻ്റെ 50 ആണ്ട് പൂർത്തിയായ ഒരു ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാമൊന്നും പാഴായിപ്പോയില്ല എന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. പുരസ്കാരത്തിലൂടെ മലയാള ഭാഷ ആദരിക്കപ്പെടുകയും മലയാള സാഹിത്യം ആദരിക്കപ്പെടുകയുമാണ്. അതിന് ഇൻസ്ട്രുമെൻ്റലാവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധന്യത. സമകാലീന സാഹിത്യലോകത്ത് പ്രഭാവർമ്മ ഒരഗ്രഗണ്യൻ തന്നെ. അതേസമയം കാവ്യഭംഗി ഒട്ടും ചോരാതെ പുതു സിനിമാ പാട്ടുകൾക്കും അദ്ദേഹം തൂലിക ചലിപ്പിക്കുന്നു. അതൊക്കെയും ജനപ്രിയവും. രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്, പുണ്യങ്ങളുടെ പൂക്കാലം.
സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോമ്പുതുറ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തണ്ണിമത്തൻ. വയനാടിന്റെ കാലാവസ്ഥ തണ്ണിമത്തൻ കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ല. എന്നാൽ മുട്ടിൽ മുക്കം കുന്നിലെ തണ്ണിമത്തൻ കൃഷി ഹിറ്റായിരിക്കുകയാണ്. വയനാടിന് തീർത്തും പരിചിതമില്ലാത്ത കൃഷിയാണ് തണ്ണിമത്തൻ. മുട്ടിൽ മുക്കം കുന്നിൽ 3 പേർ ചേർന്ന് 1.5 ഏക്കർ തരിശുനിലത്ത് തണ്ണിമത്തൻ്റെ വിത്തിട്ടു. തീർത്തും പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു കൃഷി. സംഗതി വിജയിച്ചു. ഇപ്പോൾ മഞ്ഞയും ചുവപ്പും നിറമുള്ള തണ്ണിമത്തൻ ലോഡുകളിലേറി ഇവിടെ നിന്ന് പോവുകയാണ്. ഞങ്ങൾ മലപ്പുറം സൈഡിൽ ഒരിക്കൽ പോയപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു തോട്ടം കാണാനിടയുണ്ടായി. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് വയനാട്ടിൽ ഇതുണ്ടാവുമോ എന്നുള്ളൊരു പരീക്ഷണാർത്ഥം ഞങ്ങൾ വയനാട്ടിൽ കൃഷി ചെയ്ത് നോക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ തരിശ് കിടക്കുന്ന ഭൂമിയെല്ലാം പച്ചക്കറി നടുക അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിയോഗ്യമൊക്കെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ അങ്ങനെ ഒരു സംരംഭമായിട്ട് ഏറ്റെടുത്ത് നടത്തിയതാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് വയനാട്ടിലെ വിപണിയിലേക്ക് സാധാരണയായി തണ്ണിമത്തൻ എത്താറുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥ ഈ കൃഷിക്ക് അനുയോജ്യമല്ല എന്നായിരുന്നു പൊതുവിലയിരുത്തൽ. പക്ഷേ ഇവരുടെ കാര്യത്തിൽ സ്ഥിതി മറിച്ചായി. ഇവരുടെ കൃഷി സൂപ്പർ ഹിറ്റായി. ഞങ്ങൾക്ക് ഇതിൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ നല്ല കാലാവസ്ഥയാണ് കിട്ടിയത്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല കായാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ ഒരു 5 ടണ്ണിൻ്റെ മുകളിലേക്ക് ഇപ്പം കയറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ 2 വെറൈറ്റി വിത്തുകളാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ മഞ്ഞ എന്ന് പറയുന്നത് ആരോഹി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഈ ഉള്ളിൽ റെഡ് വരുന്നത് മുക്കാസ പറഞ്ഞൊരു വെറൈറ്റിയും കൂടെ. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സ്നോ വൈറ്റ് കുക്കുംബറും ചെയ്തിട്ടുണ്ട്. കത്തുന്ന ചൂടിൽ ദാഹശമനിയാണ് തണ്ണിമത്തൻ. നോമ്പുകാല വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തതും. അങ്ങനെ മുട്ടിൽ മലയ്ക്ക് താഴെയുള്ള ഈ ജൈവ കൃഷിയുടെ വിജയഗാഥ. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം. സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.